ജനസംഖ്യാ നിയന്ത്രണത്തിനെതിരെ RSS മേധാവി മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുകയാണ്. ജനസംഖ്യ കുറയുന്നത് തടയാൻ ഒരു ടിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് ഓരോ കുടുംബത്തിനും കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ജനസംഖ്യാ സ്ഥിരത അനിവാര്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. ജനസംഖ്യ കുറയുന്നത് ആശങ്കാജനകമാണ് എന്നും ആധുനിക ജനസംഖ്യാ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു സമൂഹത്തിലെ ജനസംഖ്യ 2:1 എന്ന ഫെർട്ടിലിറ്റി നിരക്കിൽ താഴെയാകുമ്പോൾ ആ സമൂഹം വംശനാശത്തെ അഭിമുഖീകരിക്കുന്നു എന്നാണ് ഭാഗവത് ചൂണ്ടിക്കാട്ടിയത്. ജനസംഖ്യ അപ്രത്യക്ഷമാക്കാൻ ബാഹ്യ ഭീഷണികൾ ആവശ്യമില്ല എന്നും അത് സ്വയം അപ്രത്യക്ഷമാകുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇക്കാരണം കൊണ്ട് പല ഭാഷകളും സമൂഹങ്ങളും ഇല്ലാതായി എന്നും അതിനാൽ നമ്മുടെ ജനസംഖ്യ 2:1 എന്ന ഫെർട്ടിലിറ്റി നിരക്കിൽ താഴെയാകരുത് എന്നും ഭഗവത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യാ നയം 1998 2002 രൂപപ്പെടുത്തിയതാണ്. ഒരു സമുദായത്തിന്റെയും ജനസംഖ്യ 2:1 താഴെയാകരുതെന്ന് അതിൽ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ജനസംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു കുടുംബത്തിന് കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും ആവശ്യമാണെന്നും മോഹൻ ഭാഗവത് എടുത്തു പറയുന്നുണ്ട്. അതേസമയം RSS മേധാവിയുടെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. BJPയും RSSും ആദ്യം സ്വന്തം വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കണമെന്നാണ് RJD വക്താവ് മൃത്യുഞ്ജയ് തിവാരി പരിഹസിച്ചത്. BJP നേതാക്കൾ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴിതാ RSS മേധാവി കൂടുതൽ കുട്ടികൾ വേണമെന്ന് പറയുന്നു. ആദ്യം BJPയും RSSും അവരുടെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. NDA സഖ്യകക്ഷിയായ JDUവും ഭഗവതിന്റെ പ്രതികരണത്തെ തള്ളി രംഗത്ത് വന്നു. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന് മുൻപ് ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് പതിവായി സംസാരിക്കുന്ന BJP നേതാക്കളുമായി RSS മേധാവി കൂടിയാലോചിക്കണമെന്നാണ്. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഇക്കാര്യത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ജനസംഖ്യാ നിയന്ത്രണ വിഷയത്തിൽ RSS മേധാവി മോഹൻ ഭാഗവതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രണ്ടഭിപ്രായമാണുള്ളതെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ജനസംഖ്യാ നിയന്ത്രണം അത്യാവശ്യമില്ലെന്നും സമൂഹം നിലനിൽക്കാൻ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിന് വേണമെന്നാണ് RSS സംഘചാലക് മോഹൻ ഭാഗവത് പറയുന്നത്. എന്നാൽ വികസിത ഭാരതത്തിന് ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നു. പ്രധാനമന്ത്രി പറയുന്നതാണോ RSS സംഘചാലക് പറയുന്നതാണോ ശരിയായ നിലപാട്? നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നുവെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത്. ഈ അന്വേഷണം അക്കാദമിക് പർപ്പസ് ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് കൂടി സന്ദീപ് വാര്യർ കുറിക്കുന്നുണ്ട്. നേരത്തെ നാഗ്പൂരിൽ നടന്ന റാലിയിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ ജനസംഖ്യ ഉറപ്പാക്കുന്ന പദ്ധതി രാജ്യത്തിന് അനിവാര്യമാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള ജനസംഖ്യ അസന്തുലിതാവസ്ഥ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ ബാധിക്കുമെന്നും അത് അവഗണിക്കരുതെന്നും ഭാഗവത് വ്യക്തമാക്കിയ കാര്യമാണ്.